അമേരിക്കയിൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. തോന്നിയതുപോലെയാണ് പിരിച്ചുവിടാൻ നടക്കുന്നതെന്ന ആക്ഷേപം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തും ഭരണരംഗത്തും നവീകരണം ലക്ഷ്യമിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച വകുപ്പാണ് ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് അഥവാ ഡോജ് വഴിയാണ് പിരിച്ചുവിടുന്നത്. ശതകോടീശ്വരനായ ഇലോൺ മസ്കിനെയായിരുന്നു ട്രംപ് ഈ വകുപ്പിന്റെ തലവനാക്കിയത്. പിന്നാലെ അമേരിക്കയുടെ ചെലവ് ചുരുക്കുന്നതിനായി നിരവധി പിരിച്ചുവിടലുകൾ മസ്ക് നടത്തിയിരുന്നു. ഇത്തരമൊരു പിരിച്ചുവിടലിൽ വമ്പൻ അബദ്ധം പിണഞ്ഞിരിക്കുകയാണ് മസ്കിന്റെ സംഘത്തിന്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി അമേരിക്കയുടെ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനിലെ ജോലിക്കാരെ വെട്ടിക്കുറച്ചിരിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ ന്യൂക്ലിയർ ശേഖരം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരാണ് പിരിച്ചുവിട്ടതിൽ കൂടുതലും. ന്യൂക്ലിയർ ശേഖരം കൈകാര്യം ചെയ്യുന്നതിൽ ജീവനക്കാരുടെ പങ്ക് മനസ്സിലാക്കാതെ 325ഓളം തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടിരിക്കുകയാണ്. പിരിച്ചുവിട്ട ജീവനക്കാരിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന NNSA ജീവനക്കാരും ഉണ്ടെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന കരാറുകൾക്കുള്ള ആവശ്യകതയും മാർഗനിർദ്ദേശങ്ങളും എഴുതുന്ന NNSA ആസ്ഥാനത്തെ ജീവനക്കാരും പിരിച്ചുവിടലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജീവനക്കാരെ പിരിച്ചുവിടരുതെന്നും NNSAക്ക് ദേശീയ സുരക്ഷാ ഇളവ് വേണമെന്നും അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും മസ്കിന്റെ ഡോജ് ഇക്കാര്യം ചെവിക്കൊണ്ടില്ല. നിങ്ങളുടെ തുടർന്നുള്ള തൊഴിൽ പൊതു താല്പര്യത്തിന് അനുയോജ്യമല്ലെന്ന് DEO കണ്ടെത്തി. ഇക്കാരണത്താൽ DEOയിലെ ഫെഡറൽ സിവിൽ സർവീസിലെ നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് നിന്നും നീക്കം ചെയ്യുകയാണ്. ഇന്നു മുതൽ ഞങ്ങൾ അത് നീക്കം ചെയ്യുന്നു എന്നായിരുന്നു പിരിച്ചുവിട്ട ജീവനക്കാർക്ക് അയച്ച കത്തിൽ പറയുന്നത്. എന്നാൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് പിന്നാലെയാണ് ഡോജ് ചെയ്ത അബദ്ധം സംഘത്തിന് മനസ്സിലായത്. ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകളും മറ്റും താറുമാറായതോടെ പിരിച്ചുവിട്ട 325 തൊഴിലാളികളിൽ ഭൂരിഭാഗത്തിനെയും തിരിച്ചെടുത്തു. പ്രൊബിഷണറി ജീവനക്കാരുടെ പിരിച്ചുവിടൽ റദ്ദാക്കാൻ ഏജൻസിക്ക് നിർദ്ദേശം ലഭിച്ചതായി ആക്ടിംഗ് NNSA അഡ്മിനിസ്ട്രേറ്റർ തെരേസ റോബിൻസൺ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. തങ്ങളുടെ വകുപ്പിലൂടെ അമേരിക്കയുടെ ഫെഡറൽ ചെലവിൽ $2 ട്രില്യൺ ലഭിക്കുമെന്നായിരുന്നു ഡോജിന്റെ ചുമതല ഏറ്റെടുത്തതിന് മുമ്പായി മസ്ക് പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഫെഡറൽ ജീവനക്കാരിൽ വ്യാപക പിരിച്ചുവിടൽ ആരംഭിച്ചത്. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി വകയിരുത്തിയിരുന്ന $21 മില്യൺ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളോടുള്ള വിവിധ ധനസഹായ പദ്ധതികൾ നിർത്തലാക്കിയിരുന്നു. US-ലെ നികുതിദായകർ നൽകുന്ന പണം കൊണ്ടുള്ള വിവിധ പദ്ധതികൾ റദ്ദാക്കുന്നുവെന്ന് ഡോജ് എക്സ്പോസിലൂടെ അറിയിക്കുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തമാക്കുന്നതിനായി $486 മില്യൺ US നൽകുന്നുണ്ട്. ഇത് റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള $21 മില്യൺ, മോൾഡോവയിലെ തെരഞ്ഞെടുപ്പ് പങ്കാളിത്തത്തിനായി $22 മില്യൺ എന്നിവ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്.